ഇത് കാണുന്ന ക്രാഫ്റ്റേഴ്സോ റീസെലേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. കാരണം എനിക്കിത് പണി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ ഇവരെ അടുത്ത് കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഇവരിൽ നല്ല റേറ്റ് കുറവുണ്ട്, നല്ല ഭയങ്കര അഫോർഡബിൾ ആണ്. എല്ലാവരും പോയി ചാടി വിൽക്കും, കാരണം അത്രയും റേറ്റ് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി വിട്ട് ഇൻസ്റ്റ ആഡ് വഴിയാണ് എനിക്ക് അവരത് കിട്ടിയത്, ഗ്രൂപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് എന്ത് ചെയ്തു, ആദ്യം ഒരു 100, 120, 150 ആ ഒരു ലെവലിൽ 3-4 ഓർഡേഴ്സ് ഒക്കെ എടുത്ത്. ഇവർ ഡെലിവറി വഴിയാണ് അയക്കുക, ട്രാക്കിംഗ് ഒന്നും തരില്ല കേട്ടോ, ഡെലിവറി വഴിയാണ് അയക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം, മൊബൈൽ നമ്പർ OTP കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. അങ്ങനെ 2-3 ഓർഡേഴ്സ് ഒക്കെ 100, 150, 120 ആ ഒരു ലെവലിലാണ്. അതൊക്കെ എനിക്ക് കിട്ടി, കസ്റ്റമേഴ്സിന് കിട്ടി. പിന്നെ ഞാൻ ഇത് വിശ്വാസമായി വരെ അങ്ങനെ ഞാൻ ഇവർക്ക് ബൾക്ക് ഓർഡർ കൊടുത്തു. ഒരു 850 രൂപന്റെ ഒരു ഓർഡർ ഞാൻ കൊടുത്തു. അത് കൊടുത്തപ്പം ഇവർ ആദ്യം പറഞ്ഞു സ്റ്റോക്ക് ഔട്ട് ആണ്, കൊടുത്തപ്പം സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ, നമ്മൾ വേറെ സാധനം അയക്കാണ്. അപ്പോൾ ഒരാൾ ഓക്കെ മാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവർ ഡിസ്പാച്ച് ചെയ്യാന്ന് പറഞ്ഞു ഇങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങി. ഓരോ ദിവസം മെസ്സേജ് അയക്കുമ്പോൾ ടുഡേ, ടുമോറോ, നാളെ, 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച, അങ്ങനെ പറഞ്ഞു മാസം 3 ആയി. ഇതുവരെ സാധനമില്ല, പ്രോഡക്റ്റുമില്ല. സംഗതി എന്നെ പറ്റിച്ചെന്ന് അർത്ഥം. പിന്നെ ഞാൻ നിരന്തരം ചോദിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ വാട്സ്ആപ്പ് കോൾ ചെയ്തു, നോർമൽ കോൾ ചെയ്യുമ്പോൾ പിന്നെ വിളിക്കാൻ പറഞ്ഞു കേട്ടാക്കി. വാട്സ്ആപ്പ് കോൾ ചെയ്യുമ്പോൾ ഒന്നും മൈൻഡില്ല. പിന്നെ എൻ്റെ മെസ്സേജ് നോക്കാതായി. ഞാൻ ക്യാഷോ അല്ലെങ്കിൽ പൈസ അല്ല ക്യാഷോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചോദിച്ചു അങ്ങനെ ചോദിക്കുന്ന വിചാരിച്ചിട്ട് പിന്നെ നോക്കാതായി, എൻ്റെ അക്കൗണ്ട് നോക്കി ഒന്നും എൻ്റെ നോക്കാതായി. അങ്ങനെ പക്ഷേ ഇവർ ഗ്രൂപ്പിൽ ദിവസം അപ്ഡേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ എടുത്തിട്ട് മെസ്സേജ് അയച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞ് എന്താ ഞങ്ങൾ പ്രൊഡക്റ്റ് അയക്കങ്ങൾ വേറെ പ്രൊഡക്റ്റ് മാറ്റി തരികയാണ്. അങ്ങനെ ഞാൻ 2-3 വട്ടം ഞാൻ ലിസ്റ്റ് അയച്ചിട്ട് കൊടുത്തവർക്ക്. അങ്ങനെ 2-3 വട്ടം ലിസ്റ്റ് കൊടുത്തിട്ടും ഇവരെന്ത് ചെയ്ത് നാളെ മറ്റന്നാളെ കളിപ്പിച്ച് 3 മാസത്തിലേറായി എനിക്ക് ഇതുവരെ സാധനം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ സാധനം വേണം, എനിക്ക് പൈസ തന്നാൽ മതിയാണ്. അപ്പോൾ അവരോട് തന്നെ എനിക്ക് അപ്പോൾ അവർ ഒന്നും ഒരു മൈൻഡ് ആക്കണില്ല, മെസ്സേജ് ഇങ്ങനെ സീൻ ചെയ്ത് പോകും, പക്ഷേ ഒന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ സൈബറിൽ കേസ് കൊടുക്കാൻ പോകാനാണ്. അപ്പോൾ എന്നോട് ആയിക്കോട്ടെ നിങ്ങൾ പോയി കൊടുത്തോന്ന്. അതൊക്കെ ഈ ചാറ്റിലുണ്ട് കേട്ടോ, ചാറ്റ് വായിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലാവും. എന്നോട് പറഞ്ഞു നിങ്ങൾ സൈബറിൽ പോയി കേസ് കൊടുത്തോളിയാണ്. അപ്പോൾ ഞാൻ ഇവർ സൈബർ ആകുമ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഒരു അറിവ് കിട്ടും. അപ്പോൾ എനിക്ക് ക്യാഷ് കിട്ടില്ല. 850 ആണെങ്കിൽ എനിക്കത് വലുത് തന്നെയാണ്, കാരണം എൻ്റെ പൈസ ഞാൻ അങ്ങനെ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ വലിയ പ്രോഫിറ്റ് ഒന്നും ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പം എനിക്ക് അങ്ങനെ കിട്ടിയ പൈസ അപ്പോൾ അങ്ങനെ കൊടുത്തിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഒരു പറഞ്ഞു ഹൈക്കോട്ടെ. ഒരു കുഴപ്പമില്ല, ഞാൻ ഇൻസ്റ്റാ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ചാറ്റും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഇവർക്ക് ഒരു കുലുക്കില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ അക്കൗണ്ട് മെൻഷൻ ആക്കിയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ ഓരോരുത്തർ കുറേ ക്രാഫ്റ്റേഴ്സും കുറേ ആൾക്കാർക്ക് ഇതിലേക്ക് അക്കൗണ്ടിലേക്കൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി, വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ഫേക്കിൻ്റെ കാണിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ ഒരു വീഡിയോക്ക് ഇതുവരെ ഒരു 1.5K വ്യൂസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊരു കുലുക്കൂല, കാരണം നമ്മളത് റീച്ച് ആവണില്ല, ആൾക്കാർ അറിയില്ലല്ലോ. ഓരോ ബിസിനസിന്റെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആരും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഓൺ വോയിസിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അല്ല, ഓൺ വോയിസിൽ ചെയ്യാനുള്ള കാരണം അതൊന്നുകൊണ്ടാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടല്ല അതിൻ്റെതായ ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഈ വോയിസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അതെന്താ വെച്ചാൽ എല്ലാവരും ഒന്ന് റിപ്പോർട്ട് അടിച്ചിട്ട് കളയണം കേട്ടോ. എൻ്റെ പൈസ ഏതായാലും എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇന്നെ പോലെ ഞാൻ ബാക്കിയുള്ളവരും പോയി പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് നല്ലോണം നമ്മൾ ഈ ഭയങ്കര നമ്മളങ്ങോട്ട് അടുത്ത് പോകും, അത്രയും നല്ല അഫോർഡബിൾ പ്രൈസാണ്. അത് വിചാരിച്ച് പോയി ചാടണ്ട. ഞാൻ ചാടി, എനിക്ക് കിട്ടി. പിന്നെ ഓരോരുത്തർ മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ പൈസയും പോയി എന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും തെളിവോ കാര്യങ്ങൾ വേണമെങ്കിൽ ഈ ചാറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഈ ചാറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങോട്ടയച്ച മെസ്സേജ് ഒക്കെ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളി, സൂക്ഷിച്ചാലേ ദുഃഖിക്കണമെന്നാണ്. അതുകൊണ്ട് ഒന്ന് കരുതിരുന്നോളിട്ട് എല്ലാവരും. കഴിയുകയാണെങ്കിൽ മാക്സിമം ഒന്ന് റിപ്പോർട്ട് അടിച്ചിട്ട് ഒഴിവാക്കുക. ഇവരിപ്പം ഒരുപാട് ആൾക്കാർ പറ്റിച്ചെന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യേണ്ടി കേട്ടോ.